ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇത്തരം അഫിഡവിറ്റ് നൽകുന്ന സമയത്ത് അതത് വകുപ്പുകൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അത് റവന്യൂ സെക്രട്ടറിയോ റവന്യൂ മിനിസ്റ്ററോ അല്ലെങ്കിൽ റവന്യൂമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ഇത് മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ചെയ്യേണ്ടത് വകുപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി കേസിൽ അഫിഡവിറ്റ് നൽകേണ്ടത് മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റാണ്. മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് അഫിഡവിറ്റ് നൽകിയിട്ടുള്ളത്. അതിൽ വേറൊരു കൺഫ്യൂഷന് ഒരു കാര്യമില്ല. അതിനകത്ത് അണ്ടർ സെക്രട്ടറി റവന്യൂ എന്ന് പറയുന്നത് അവർ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അവർ ഹാൻഡിൽ ചെയ്യുന്ന സെക്ഷൻ അവരുടെ കീഴിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നത്. യഥാർത്ഥത്തിൽ ഇത് വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ട വകുപ്പ് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. റവന്യൂ വകുപ്പിനല്ല അതിൻ്റെ ഉത്തരവാദിത്വം. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് ആലോചിക്കും. ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം ഇതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് എങ്ങനെ വേണം ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഗവൺമെന്റ് ആലോചിക്കും. ഇന്നലെ റവന്യൂ വകുപ്പിന്റെ അറിവോടെയല്ല ഈ ഒരു റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള കാര്യമാണെങ്കിൽ മാത്രമേ റവന്യൂ വകുപ്പ് അറിയാതെ മന്ത്രിയോ സെക്രട്ടറിയോ അറിയാതെ പോയാൽ നമുക്കതൊരു പരാതി പറയാനുള്ളൂ. ഇത് ഞങ്ങളുടെ വകുപ്പിന് കീഴിലല്ല, റവന്യൂ വകുപ്പിന് കീഴിലല്ല. ഇത് വകുപ്പ് മൈനോറിറ്റിയുടെ ന്യൂനപക്ഷ വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. ന്യൂനപക്ഷ വകുപ്പ് തന്നെയാണ് അതിൻ്റെ അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് റവന്യൂ അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ കാര്യം, റവന്യൂ അറിയേണ്ട കാര്യമില്ല. റവന്യൂ വകുപ്പ് അത് അറിയേണ്ട ഒരു കാര്യമില്ല. റവന്യൂ വകുപ്പിനകത്തുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ അത് സെക്രട്ടറിയോ മിനിസ്റ്ററോ അറിയേണ്ടതാണെങ്കിൽ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് പറയും. ഇതല്ല, ഇത് വകുപ്പിൻ്റെ കാര്യം, മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റാണ്, അവരത് കൊടുത്തു. അതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. റവന്യൂ അണ്ടർ സെക്രട്ടറിയാണ് ആ ഉത്തരവിറക്കിയത്. റവന്യൂ അണ്ടർ സെക്രട്ടറി വകുപ്പുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ കൂടി ചുമതല വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ധാരണ വന്നത്. റവന്യൂ ആണല്ലോ ഇത് ധാരണ, റവന്യൂ അല്ല. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.